ഹലോ, ഇന്നൊരു നേന്ത്രപ്പഴത്തിൻ്റെ കേക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. നേന്ത്രപ്പഴവും കുറച്ച് ആട്ടപ്പൊടിയും ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കേക്കാണ്. മിക്സിയിലിട്ടിട്ട് എല്ലാം കൂടി അങ്ങ് കറക്കിയെടുക്കേ വേണ്ടു. ബീറ്ററോ അതുപോലെ ഓവണോ ഒന്നും ഇതിന് ആവശ്യമില്ല. അതുപോലെ നമ്മളിത് മുട്ടയൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി കേക്കാണ്. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു അരക്കപ്പ് പഞ്ചസാര മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് പൊടിച്ചെടുക്കണം. അരക്കപ്പ് മുതൽ 1/4 കപ്പ് വരെ പഞ്ചസാര നിങ്ങൾക്ക് എടുക്കാം. ഇതിപ്പോൾ ഞാൻ അരക്കപ്പ് എടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെന്നുണ്ടെങ്കിൽ 1/4 കപ്പ് വരെ എടുക്കാം. നല്ലതുപോലെ പൗഡർ പോലെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ചേരുവകൾ നമുക്കിതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു നേന്ത്രപ്പഴം. ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നേന്ത്രപ്പഴത്തിന് പകരം നിങ്ങൾക്ക് ചെറിയ പഴം എടുക്കണമെന്നുണ്ടെങ്കിൽ 2 ചെറിയ പഴം എടുത്താലും മതി. ഈ പഴം നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത നേന്ത്രപ്പഴമായാലും കുഴപ്പമില്ല. ഇതിപ്പോൾ കറക്റ്റ് പാകത്തുള്ളതാണ്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ റോബസ്റ്റ പഴം ഉണ്ടെങ്കിൽ അതെടുക്കുക. പിന്നെ ഇവിടെ ഗൾഫിലൊക്കെ കിട്ടുന്ന ചിക്കുട്ട പഴമില്ല, അതാണെങ്കിൽ അതും എടുക്കുക. വലിയ പഴമാണെങ്കിൽ 1 മതി, ചെറുതാണെങ്കിൽ 2 എടുത്തോ. അപ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സൺഫ്ലവർ ഓയിൽ, വെജിറ്റബിൾ ഓയിൽ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഒട്ടും പുളിയില്ലാത്ത 3 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കണം. 3 ടേബിൾ സ്പൂൺ നിറച്ചും തൈര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് സിനമൺ പൗഡറാണ്. അത് ഓപ്ഷനാണ്, ഉണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അതുപോലെ ഇതും ഓപ്ഷനാണ്. ബദാം മിക്സ് എസൻസ്, അതൊരു നല്ലൊരു ഫ്ലേവർ കൊടുക്കുന്നുണ്ട് ഈ ഒരു കേക്കിന്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ടൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. കണ്ടില്ലേ, നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെയാണ് നമുക്ക് വേണ്ടത്. ഇനി ഇതിലേക്ക് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. ഒരു അരിപ്പയിലൂടെ നമുക്ക് ആദ്യം ആട്ടപ്പൊടി ഇട്ട് കൊടുക്കുക. ഈ അരിപ്പയിലേക്ക് 1/2 കപ്പ് ആട്ടപ്പൊടിയാണ് വേണ്ടത്. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ്. ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആട്ടപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് മൈദപ്പൊടി എടുക്കുക, കുഴപ്പമൊന്നുമില്ല. നമ്മളിതിൽ സിനമൺ പൗഡറും അതുപോലെ ബദാം എസൻസ് മിക്സ് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ ആ ഒരു ആട്ടപ്പൊടീൻ്റെ രുചി വ്യത്യാസം എന്തായാലും നമ്മൾ ഈ ഒരു കേക്കിന് കിട്ടുന്നില്ല കേട്ടോ. നമ്മൾ മൈദപ്പൊടിയാണ് ചേർക്കുന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഈ സിനമൺ പൗഡറിൻ്റെ ആവശ്യമില്ല. പക്ഷേ ആട്ടപ്പൊടി ചേർക്കുന്നുണ്ടെങ്കിൽ കുറച്ച് സിനമൺ പൗഡറും അതുപോലെ എക്സ്ട്രാ കുറച്ച് എസൻസൊക്കെ ചേർക്കുകയാണെങ്കിൽ ആ ഒരു ആട്ടപ്പൊടിയുടെ ആ ഒരു രുചിയില്ലേ, അത് തിരിച്ചറിയാൻ പറ്റില്ല. അത് ഇഷ്ടമുള്ളവർക്ക് കുഴപ്പമില്ല. ഇത് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 കപ്പ് പാലാണ്. ഈ 1 കപ്പ് പാല് കുറേശ്ശെ ആയിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. ഒരുപാട് അങ്ങ് സ്പീഡ് കൂട്ടിയിട്ട് മിക്സ് ചെയ്യരുത്, ഓവർ മിക്സ് ചെയ്യരുത്. മെല്ലെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഫോൾഡ് ചെയ്തെടുക്കുക. ഓക്കെ. പിന്നെ നമ്മുടെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കാനുള്ള പാത്രമില്ലേ, അതൊന്ന് ഒരു 10 മിനിറ്റെങ്കിലും പ്രീഹീറ്റ് ചെയ്യണം. ഈ ഒരു ടൈമിൽ തന്നെ അത് ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പ്രീഹീറ്റ് ചെയ്യണേ, അത് മറക്കരുത്. പാത്രത്തിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഉപ്പില്ലാതെയും നമുക്ക് കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇതിവിടെ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ടുണ്ട്. ഇത്ര സ്പീഡിലൊന്നും മിക്സ് ചെയ്യരുത്, കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ. അങ്ങനെ നമ്മുടെ പാല് മുഴുവൻ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇത് ഫുള്ളായിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നവരെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ബാറ്റർ കുറച്ച് കട്ടി കൂടുതലാണ് തോന്നുന്നുണ്ടെങ്കിൽ 1-2 ടേബിൾ സ്പൂൺ കൂടി പാല് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയായി. ഇനി ഇത് നമുക്ക് ഒരു കേക്ക് ടിന്നിലേക്ക് മാറ്റി കൊടുക്കാം. കേക്ക് ടിന്ന് നന്നായിട്ട് ഗ്രീസ് ചെയ്തെടുത്തതാണ്. റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള ഷേപ്പിലുള്ള കേക്ക് ടിന്ന് എടുക്കുക, അതിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ബട്ടർ പേപ്പറൊന്നും വെച്ച് കൊടുത്തിട്ടില്ല, എൻ്റെ കയ്യിൽ ഈ ഒരു ടൈമിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. നിങ്ങൾക്ക് കയ്യിലുണ്ടെങ്കിൽ ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുക്കുക. ഇതൊന്ന് സ്പൂൺ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക, ഒരുപോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് നട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ചോക്ലേറ്റ് ചിപ്സ് എന്ത് വേണമെങ്കിൽ നമുക്ക് വെച്ച് കൊടുക്കുക. ഇനി ഒന്നും വെച്ചിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ കുറച്ച് കാഷ്യൂ നട്ട്സാണ് വെച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ കണ്ടില്ലേ, നമ്മുടെ പാത്രം ഇവിടെ ഒരു 10 മിനിറ്റോളം നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഒട്ടും ലോ ഫ്ലെയിമിൽ വെക്കരുത്, ഒരു മീഡിയം ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത്.
തീരെ തീ കുറച്ച് വെച്ചാലും നമ്മുടെ കേക്ക് പൊന്തി വരില്ല. അങ്ങനെ 40 മിനിറ്റ് ശേഷം കണ്ടില്ലേ നമ്മുടെ കേക്ക് നന്നായിട്ട് പൊങ്ങി വന്നിട്ട് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. ഇതിലൊരു ഹോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ ഫസ്റ്റ് ഒരു 30 മിനിറ്റ് ആയപ്പോൾ ജസ്റ്റ് ഒന്നൊരു സ്റ്റിക്ക് വെച്ച് കുത്തിയതാണ്. അപ്പോൾ ആയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഒരു 40 മിനിറ്റിന് ശേഷം കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി കേക്കാണ്. മുകൾ ഭാഗമൊക്കെ നല്ല കളർ കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് തണുത്ത് കഴിഞ്ഞതിന് ശേഷം മാറ്റി കൊടുക്കാം. ഇതിപ്പം ചെറിയൊരു ചൂടുണ്ട്. ചൂടോടുകൂടി തന്നെയാണ് ഞാനിത് ഇതിൻ്റെ അകത്ത് പ്ലേറ്റിലേക്ക് മാറ്റുന്നത്. അടിഭാഗമൊക്കെ നല്ല ക്രസ്റ്റൊക്കെ വന്നിട്ട് അടിപൊളി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഗോതമ്പ് പൊടി ആട്ടപ്പൊടി കൊണ്ട് ഉണ്ടാക്കിയ കേക്കാന്ന് നമുക്കിത് കഴിക്കുമ്പോഴും മനസ്സിലാവില്ല. അത്രയ്ക്ക് നല്ലൊരു ടെക്സ്ചറൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളിയായിട്ടൊരു കേക്ക് നമുക്കിത് ഈ ഒരു റെസിപ്പി കൊണ്ട് കിട്ടും. കണ്ടില്ലേ, ഓവണൊന്നും ഇല്ലാതെ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ ഈ ഒരു റെസിപ്പി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണേ. ലൈക്ക്, ഷെയർ, കമൻറ്റ്സ്, സബ്സ്ക്രൈബ് ഒക്കെ ഒന്ന് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു. അസ്സലാമു അലൈക്കും.